ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഷർട്ട് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു വിഷു ഡിസൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ഷർട്ട് ഇന്നലെ നമ്മൾ ചെയ്തെടുത്ത ഷർട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ യൂണിഫോം ഷർട്ട് നമ്മളിങ്ങനെ ഒരു വെറൈറ്റി ഷർട്ടാക്കി എടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് എങ്ങനെയാണ്, വൈറ്റ് കളർ യൂണിഫോം ഷർട്ടാണ് കേട്ടോ ഇതുപോലെ ആക്കിയത്. ഇതെങ്ങനെയാണെന്നൊക്കെ കാണാനായിട്ട് നേരത്തെ വീഡിയോ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഷർട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ മക്കൾക്കോ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രസ്സ് ഉണ്ടെങ്കിലൊക്കെ നമുക്ക് പെട്ടെന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കണിക്കൊന്നയുടെ ഒരു ഡിസൈൻ ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കണിക്കൊന്ന പൂവിൻ്റെ ഡിസൈൻ കിട്ടും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ വരച്ചു കൊടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്നത് ഗ്രീൻ കളർ പെയിൻ്റ് എടുത്തിട്ട് ആ ഒരു സ്റ്റെം ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. വലിച്ചടിച്ച് കൊടുക്കുക കേട്ടോ പെയിൻ്റ് എപ്പോഴും. അതായത് കട്ടിയായിട്ട് വരരുത്, നല്ല തിന്നായിട്ട് തന്നെ വരണം. അതായത് പെയിൻറ്റ് ഒരുപാട് കട്ടിക്ക് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഒത്തിരി കൊടുത്തതിന് ശേഷം നന്നായിട്ട് താഴത്തോട്ട് ഇങ്ങനെ വലിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സ്റ്റെമ്മാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കുന്നതാണ്, എല്ലാ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു ഡിസൈനാണ് കേട്ടോ അത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്ത് പിന്നെ എവിടേക്കാണ് അതിൻ്റെ സ്റ്റെമ്മ് വരേണ്ടതെന്ന് വെച്ചാൽ അവിടേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് വരച്ചു കൊടുത്തു കേട്ടോ. പിന്നെ ലീഫ് ജസ്റ്റ് ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ കേവ് പോലെ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ലീഫിൻ്റെ ഷേപ്പ് കൊടുക്കുക. അപ്പോൾ രണ്ട് സൈഡിലോട്ടും ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ ലീഫൊക്കെ. അപ്പോൾ പാറ്റേണൊക്കെ നമുക്ക് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ലൈറ്റ് ഗ്രീൻ നമ്മൾ കൊടുക്കുകയാണ് ചെയ്ത് ലീഫിന് ഫുള്ളായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. കട്ടി ഒട്ടും ഇല്ലാതെ നമ്മൾ കൊടുക്കണം കേട്ടോ. അതായത് പെയിൻറ്റ് തിക്കാവരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ലീഫ് ഡിസൈൻ ഒന്ന് കൊടുത്തതിന് ശേഷം ഒരു കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ള ഗ്രീൻ എടുത്തിട്ട് ഔട്ട്ലൈൻ ജസ്റ്റ് വരച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങനെ ആ ഔട്ട്ലൈനിൽ ആ ബ്രഷ് തന്നെ വെച്ചിട്ട് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. അത് വളരെ കുറച്ച് മാത്രം ഒഴിച്ചതിന് പെയിൻറ്റ് എടുത്തിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ വരച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിലും അതൊന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ലീഫ് അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതിന് ശേഷം നമ്മൾ ഫ്ലവർ ചെയ്യാനായിട്ട് ഇതേപോലെ ഫിംഗറിൽ എടുത്തിട്ട് നമ്മൾ ഈ ഡോട്ട് പെയിൻറ്റിങ് ചെയ്യുന്ന പോലെ ജസ്റ്റ് വെക്കുക, എന്നിട്ട് ഇങ്ങോട്ട് വലിക്കുക. ഫിംഗറിൻ്റെ ടിപ്പിൽ പെയിൻ്റ് എടുക്കുക, വലിക്കുക. അപ്പോൾ അങ്ങനെ ഒരു 5 പെറ്റൽസ് വീതമാണ് നമ്മളിങ്ങനെ വരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ചെയ്തെടുക്കുക. ഒന്നുകൂടെ കാണിച്ചു തരാം. ജസ്റ്റ് ഇതേപോലെ പെയിൻറ്റ് നമ്മുടെ ഫിംഗർ ടിപ്പുമ്മ എടുക്കുക, ജസ്റ്റ് ഇങ്ങനെ കുത്തി നിർത്തിയിട്ട് ഇങ്ങനെ വലിക്കുക. കണ്ടോ, അതേപോലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഡാർക്ക് ഗ്രീൻ ഇല്ല എന്നുണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞല്ലോ ലീഫിന്, അതിന് ഡാർക്ക് ഗ്രീൻ ഇല്ലെങ്കിൽ നമ്മുടെ ഉള്ള ഗ്രീനിലോട്ട് കുറച്ചൊന്ന് ബ്ലാക്ക്, ഒരു പൊടിക്ക് ബ്ലാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഡാർക്കായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ ഇതേപോലെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇതേപോലെ ഫ്ലവർ ചെയ്തിട്ടുണ്ട്. ഇനി ബഡാണ് ചെയ്യുന്നത്. ബഡ് ചെയ്യുന്ന സമയത്ത് അതായത് കുഞ്ഞു മുട്ട് പോലത്തെ ചെയ്യുന്നുണ്ട് നമ്മൾ. മുട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് വെച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുക, ഒറ്റ വലി മാത്രം കേട്ടോ. നമ്മുടെ ഫിംഗർ തന്നെ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇതേപോലെ വെച്ചിട്ട് മുകളിലോട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കുക. അതായത് നമ്മുടെ സ്റ്റെം ഉണ്ടല്ലോ അവിടോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ ബാക്കി ഭാഗം ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഗ്രീൻ കളർ ജസ്റ്റ് ഇങ്ങനെ ലൈൻ ആയിട്ട് വരച്ചു കൊടുക്കുക മുകളിൽ. എന്നിട്ട് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു മുട്ടിൻ്റെ മുകളിൽ ആ ഗ്രീൻ കളർ ഉണ്ടാവില്ലേ, അപ്പോൾ അതുപോലെയൊക്കെ ഇരിക്കും കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ ഇതിന് മുന്നും നമ്മൾ നല്ല അടിപൊളി വിഷു ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. സെൻറ്ററിൽ നമ്മൾ ചെറുതായിട്ട് ബ്ലാക്ക് വെച്ചിട്ട് ഇങ്ങനെ ഡോട്ട് പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മുട്ടും കുറച്ച് ഇലകളൊക്കെ ആയിട്ടാണ്. കുറച്ചുകൂടെയൊക്കെ വേണമെങ്കിലൊക്കെ നമുക്ക് കൊടുക്കാം കേട്ടോ. ഇത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐഡിയ എന്ന് മാത്രമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്തത്. അപ്പോൾ ഹസ്ബൻഡിന് ഞാൻ മുണ്ടിൽ ചെയ്ത ഒരു വർക്ക് നേരത്തെ ഇട്ടിട്ടാണ് കണ്ടല്ലോ. അപ്പോൾ മോനും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്തെടുത്തതാണ്. അധികം സമയമൊന്നും ഉണ്ടായില്ല. ഒരു ഹാഫ് ആൻ അവർ പോലും വേണ്ടി വന്നില്ല കേട്ടോ ഈ ഒരു വർക്ക് ചെയ്തെടുക്കാൻ. ഇനി ഇത് ഉണങ്ങിയതിന് ശേഷം ബാക്ക് സൈഡിൽ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഉണങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ കൈമ ടച്ച് ആവാതിരിക്കുന്ന ആ സമയത്ത് തന്നെ അയൺ ചെയ്തു കേട്ടോ. കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. സാധാരണ നമ്മൾ 24 hours കഴിഞ്ഞിട്ട് അയൺ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറയാണ്. ടൈം ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഇത് പെട്ടെന്ന് തന്നെ അയൺ ചെയ്തെടുത്തു. ഒരു കുഴപ്പവും ഉണ്ടായില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. മോനും ഇത് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷേ ഫോട്ടോ എടുക്കാനൊന്നും സമ്മതിച്ചില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇഷ്ടമായി, ഹാപ്പി ആയി. നന്നായി അയൺ ചെയ്ത് കവറൊക്കെ ചെയ്ത് മക്കൾക്കും കൊടുക്കുമ്പോൾ അവരും ഹാപ്പി ആവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ.